അളിയൻ്റെ സ്വാഗതം. വളരെ നാളുകൾക്ക് എൻ്റെ ഒരു അഭിലാഷമായിരുന്നു ഉള്ള സ്ഥലത്തിൻ്റെ പുറത്ത് ശകലം കൃഷി ചെയ്യണമെന്ന്. അത് ഏതാണ്ട് എൻ്റെ ആഗ്രഹം സഫലീകൃതമായിരിക്കുന്നു. അതിൽ ഞാൻ സംതൃപ്തനാണ്. കാണാവുന്നതുള്ള അളിയന് ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എങ്കിലും വിവിധ ഇനം പയറുകൾ, പാവൽ, ഇത് ബീൻസിനോടൊപ്പം ഞാൻ ഒരു ഇടകൃഷിയായിട്ട് ഇത് പേര് ഓർമ്മ വരുന്നില്ല, പാലക്ക് ഞാൻ ആൾറെഡി കൃഷി എടുത്തു കഴിഞ്ഞു. പാലക് പനീർ ഉണ്ടാക്കി, പാലക്കിൻ്റെ പരിപ്പുണ്ടാക്കി. അപ്പോൾ എനിക്ക് വാസ്തവം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തുഷ്ടനാണ്. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് എത്ര ദിവസമായി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതിപ്പം കഴിഞ്ഞ വർഷം ഞാൻ ചെറിയ തോതിൽ ഒരു 5-6 ബാസ്ക്കറ്റ് പയർ മാത്രം വെച്ചിരുന്നു. പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നേ കയറി നശിച്ചു പോയി. അപ്പോഴെനിക്കത് വളരെ വിഷമമുണ്ടായി. ഞാൻ പിന്നെ ഇത് അധികൃതരുമായിട്ട് ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഡ്വൈസ് പ്രകാരം, അവരുടെ ഉപദേശപ്രകാരം ഞാൻ ഈ വർഷം തുടങ്ങിയിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ഇതുവരെയും ഒരു കുഴപ്പങ്ങളുമില്ല. ആവശ്യാനുസരണമുള്ള പയറുകളും വെണ്ടയും. ഇത് ഒരു പ്രത്യേകതരം വെണ്ടയാണ്. ഇതിന് നല്ല വിളവ് കിട്ടും, നല്ല ഫലം കിട്ടുന്ന ഒരു ഇനമാണത്. ഈ വെണ്ടയ്ക്ക് ഇടയിൽ തന്നെ ചീര ഇടകൃഷിയായിട്ട് ചീര ചെയ്തിരുന്നു. ചീര ഇപ്പോൾ ഒരു 2 വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചീര ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റുകയുണ്ടായി. വളം ഇതിന് പൂർണ്ണമായിട്ടും ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജൈവവളം എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക്, പിന്നെ എന്താണ് പറയുന്നത്, ആദ്യം തൊട്ട് ആ കൃഷി ചെയ്ത രീതി ഒന്ന് പറഞ്ഞു തരാമോ? അത് ആദ്യം തൊട്ട് തന്നെ സംസാരിക്കാം. അല്ലല്ല, ഇപ്പം ആദ്യമേ ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നല്ല ഇനം വിത്തുകൾ തേടിപ്പോയി. എനിക്ക് ഫാം ഹൗസ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ചെയ്ത ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരു BSc എഞ്ചിനീയർ, ഒരു അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ അഡ്വൈസ് അനുസരിച്ച് നല്ല വിത്തുകൾ കിട്ടി. പിന്നെ വളം കൊടുക്കേണ്ടതും പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതും രീതികൾ പറഞ്ഞു തന്നു. കീടനാശിനി എന്ന് പറയുമ്പം വേപ്പെണ്ണ മിശ്രിതമായിട്ടുള്ള പരിപൂർണമായിട്ടും മറ്റേ ജൈവവളമായിട്ട് ഉള്ള ഒരു ഇത് കിട്ടിയിരുന്നു. അങ്ങനെ അത് അവരുടെ അഡ്വൈസ് അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലും 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അടിച്ചിപ്പോൾ എന്തായാലും കീടത്തിൻ്റെ യാതൊരുവിധ ശല്യങ്ങളും ഇല്ല. അങ്ങനെ ഇനിയിപ്പം പച്ചമുളകിൻ്റെ വളർന്നു വരുന്നതേ ഉള്ളൂ. പച്ചമുളകിൻ്റെ വിളവെടുത്ത് തുടങ്ങിയില്ല. തക്കാളിയും ഒരുപാട് പുഷ്ടിച്ച് വളരുന്നുണ്ട്. നോക്കിയാൽ കാണാം, തക്കാളി എല്ലാ മൂട്ടിലും നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. ഇതാണ് തക്കാളി. 2 നേരം ഒഴിച്ചാൽ മതിയാകും. ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഏതാണ്ട് ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കുകയും ഭയങ്കര ചൂടും, പ്രത്യേകിച്ചും പാവലും തക്കാളിയും പെട്ടെന്നങ്ങ് ഇത് വാടിപ്പോകുന്നുണ്ട്. അപ്പം ഞാൻ അത് സംരക്ഷിക്കാൻ വേണ്ടി ഉച്ച സമയത്ത് കൂടി, വെയിലുള്ള സമയത്ത് ഉച്ച സമയത്ത് കൂടി സാധാരണ വെള്ളം ഇലയിലും കൂടെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലയിലും ഇങ്ങനെ ഇതുപോലെ തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അത് വളരെ ലൈവായിട്ട് തന്നെ നമുക്ക് തോന്നും. ഈ ഒരു ചൂടല്ലേ ഉച്ച സമയത്ത്.